ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 3 ആൻഡ് അസ്ട്രോളജേഴ്സ് ഡേ ആണ്. ആർ കെ നായരുടെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. ഇതിൽ മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജ്യോത്സ്യനും അതേപോലെ തന്നെ ഗുരുനായികുമാണ്. ജ്യോത്സ്യൻ പണ്ട് ഒരു മുറിവുണ്ടാക്കിയിട്ട് വിട്ട ഒരു ഗുരുനായിക് എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ളൊരു തെറ്റിദ്ധാരണയും പിന്നീട് അവർ സ്വന്തം ജീവിതത്തിൽ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക്, അതായത് ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി അവർ തിരിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ച് പോകുന്ന ആ ഒരു അങ്ങനെയുള്ളൊരു ചെറിയൊരു സ്റ്റോറിയാണിത്. നമുക്ക് നോക്കാം. ഒരു 3-4 സെക്ഷനായിട്ടാണ് ഈ സ്റ്റോറി ഉള്ളത്. നമ്മളതിൻ്റെ അതിൻ്റെ ഒരു സമ്മറി നമ്മൾ പറഞ്ഞു പോകും. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് കുറച്ച് വൈഡായിട്ട് നമുക്ക് നോക്കാം. ജീവിത സാഹചര്യം കൊണ്ട് ജ്യോത്സ്യൻ്റെ വേഷം കെട്ടേണ്ട വന്ന ആളാണ് നമ്മുടെ ഇതിലുള്ള കഥയിലുള്ള ഹീറോ. അയാൾ നഗരത്തിൽ തിരക്കുള്ളൊരു ടൗൺ ഹാളിലെ ഒരു പാതയോരത്ത് തൻ്റെ കച്ചവടക്കാരിൽ ഒരാളായിട്ട് ഒരു പുളിമരച്ചോട്ടിൽ ജ്യോത്സ്യൻ എപ്രകാരമാണോ പെരുമാറുന്നത് ആ രീതിയിൽ അതിൻ്റെതനുസരിച്ചിട്ടുള്ള ചടുലതയോട് കൂടിയിട്ടും അല്ലെങ്കിൽ വാക്സാമർത്ഥ്യത്തോട് കൂടിയിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വരുന്ന എല്ലാവരെയും അയാളുടെ അടുത്ത് എത്തുന്ന എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഗുരുനായിക് എന്ന് പേരുള്ള ഒരു വ്യക്തി അവിടെ എത്തുകയാണ്. പക്ഷേ അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ട് ഈ ജ്യോത്സ്യനുമായിട്ട് കുറച്ചധികം വാക്തർക്കങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ പൈസയുടെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് വാക്തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഗുരുനായിക് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ജ്യോത്സ്യൻ തൻ്റേതായിട്ടുള്ള രീതിയിൽ, അതായത് ജ്യോതിഷത്തിൻ്റേതായിട്ടുള്ള ഒരു ജ്യോതിഷൻ എന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങൾ ആരെയോ അന്വേഷിച്ച് വരുന്ന വരവാണ് ഇത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കൽ കാരണം ഒരു മരണം നിങ്ങൾ ഇതിനു മുന്നേ നേരിട്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ട് ഗുരുനായിക് ജ്യോത്സ്യനെ ശ്രദ്ധിക്കുകയാണ്. പിന്നീട് അങ്ങനെ ജ്യോത്സ്യൻ പറയുകയാണ്, ഗുരുനായികിനോട് പറയുകയാണ്, നിങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ട് ഗുരുനായിക് തൻ്റെ മുറിവ് കാണിച്ചു കൊടുക്കുന്നു. ജ്യോത്സ്യൻ്റെ പ്രവചനത്തിൽ വിശ്വസിക്കുകയും തന്നെ കുത്തിയ ആളെ അന്വേഷിച്ചാണ് താൻ വീട് വിട്ടിറങ്ങിയതെന്ന് ഗുരുനായിക് ജ്യോത്സ്യനോട് പറയുകയും ചെയ്യുകയാണ്. ഇനി ആ ആക്രമിയെ തിരയേണ്ടതില്ലെന്നും 4 മാസം മുമ്പ് അദ്ദേഹം ഒരു ട്രെക്കിനടിയിൽപ്പെട്ട് മരണപ്പെട്ടുവെന്നും ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപകടം വരാനുണ്ടെന്നും അതിനാൽ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരാതെ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ പോയി അവിടെ നിങ്ങൾ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നുള്ളു ഭസ്മം എടുത്തിട്ട് ഗുരുനായികിൻ്റെ നെറ്റിയിൽ തൊടുകയും ചെയ്തിട്ട് ജ്യോത്സ്യൻ പറയുകയാണ്. ഇതെല്ലാം വിശ്വസിച്ച ഗുരുനായിക് ജ്യോത്സ്യന് കൈ നിറയെ നാണയങ്ങളും നൽകി അയാൾ ഇരുട്ടിലേക്ക് പോവുകയാണ്. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ജ്യോത്സ്യൻ തൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുത്ത് വീട്ടിലെത്തുകയും ഭാര്യയെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഇത്രയും നാളും ഒരാളെ കൊന്നു എന്നതിൻ്റെ ഭാരം തലയിൽ കൊണ്ട് നടക്കുകയായിരുന്നുവെന്നും അതിനാലാണ് ഞാൻ വീട്ടിലെത്താതിരുന്നതെന്നും എല്ലാം ഭാര്യയോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ കഥയിൽ എന്താ പറയുന്നത്? നമ്മൾ ഈ കണ്ട ഗുരുനായിക്കും ജ്യോത്സ്യനും തമ്മിൽ പണ്ട് കാലത്ത് ഒരു വാക്കേറ്റത്തിൻ്റെ പേരിൽ ജ്യോത്സ്യൻ ഈ ഗുരുനായിക്കിനെ കത്തി കൊണ്ട് കുത്തിയിട്ട് ഒരു കിണറ്റിലേക്ക് ഉന്തിയിട്ടു. അപ്പോൾ ഗുരുനായിക്ക് മരിച്ചു എന്നാണ് ജ്യോത്സ്യൻ കരുതിയിരുന്നത്. അതിൻ്റെ ആ ഒരു മനോവിഷമത്തിലാണ് ഗുരുനായിക്ക് ജ്യോത്സ്യൻ വീട് വിട്ടിറങ്ങിയത്. പക്ഷേ കിണറ്റിലേക്ക് തള്ളിയിട്ട ഗുരുനായിക്കിനെ ആരോ കിണറ്റിൽ നിന്ന് രക്ഷിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും തന്നെ കുത്തിയ ആളാരാണ്, അയാളെ എത്രയും വേഗം ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വീട് വിട്ടിറങ്ങുകയും ചെയ്ത ആളാണ് ഗുരുനായിക്ക്. പക്ഷേ ഇവർക്ക് കാലങ്ങൾ കുറച്ച് കടന്നുപോയതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു സാഹചര്യത്തിൽ ജ്യോത്സ്യന് ഗുരുനായിക്കിനെ മനസ്സിലായി. കാരണം തന്നെ കുത്തിയ ആളെ ഗുരുനായിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മനസ്സിലാവാതിരുന്നത്. പക്ഷേ ജ്യോത്സ്യന് ആളെ പിടികിട്ടി. ജ്യോത്സ്യൻ വിചാരിച്ചത് താനൊരു വ്യക്തിയെ കൊന്നു എന്നതാണ്. ആ ഒരു കുറ്റബോധം കൊണ്ടായിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലാതിരുന്നത്. പക്ഷേ എല്ലാം ലാസ്റ്റ് ആയപ്പോഴേക്കും അങ്ങോട്ട് ജ്യോത്സ്യന് താൻ കുത്തിയ ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഇനിയും മുന്നോട്ട് ജീവിക്കണം എന്നൊരു ചിന്ത വരികയും അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ കുത്തിയ ആളെ, ഗുരുനായിക്കിനെ കുത്തിയ ആളെ ഇനി ഞാൻ നോക്കി നടക്കേണ്ടതില്ല, അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗുരുനായിക്ക് തിരിച്ച് എനിക്കെന്ന സ്വസ്ഥമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ തിരിച്ച് അദ്ദേഹവും തൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നല്ലൊരു ജീവിതം നയിക്കുന്നിടത്താണ് ഈ ഒരു കഥ തീരുന്നത്. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്, പാരഗ്രാഫ് റൈറ്റിങ്ങിന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. എല്ലാം ഒന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ അസ്ട്രോളജർ വിയർ ഓൺ ഹിസ് ഹെഡ്? അദ്ദേഹം എന്താണ് തലയിൽ ധരിച്ചത്? എന്തായിരുന്നു? സഫ്രോൺ കളേർഡ് ടർബനാണ് ധരിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് എൻഹാൻസ്ഡ് ദ അസ്ട്രോളജേഴ്സ് മിസ്റ്റീരിയസ് അപ്പിയറൻസ്? അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൽ ഒരു മിസ്റ്റീരിയസ്, നിഗൂഢത ഫീൽ ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ സ്കെയർഡ് ആഷ് ആൻഡ് വെർമീലിയൻ ഓൺ ഹിസ് ഫോർഹെഡ്. അദ്ദേഹം ഒരു ആഷ്, അതായത് ചാരവും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഭസ്മവും കുങ്കുമവും ഒക്കെ അദ്ദേഹം തൻ്റെ നെറ്റിയിലൊക്കെ ഇങ്ങനെ വാരി തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് തോന്നും. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ അസ്ട്രോളജേഴ്സ് സിറ്റ് ഫോർ വർക്ക്? അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യാൻ ഇരിക്കുന്നത്? എവിടെയാണ്? നമ്മൾ പറഞ്ഞൊരു പുളിമരച്ചോട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ? അണ്ടർ എ ടർമറിൻ ട്രീ നിയർ ടൗൺ ഹാൾ പാർക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വേർ സം ഐറ്റംസ് ആർ ദ അസ്ട്രോളജേഴ്സ് യൂസ്ഡ് ഇൻ ഹിസ് ട്രേഡ്? അദ്ദേഹം എന്തൊക്കെയാണ് ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്? കൗറി ഷെൽസും അതേപോലെ തന്നെ കുറേ താളിയോലകളും പിന്നെ ഒരു മിസ്റ്റിക് ചാർട്ടുമൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പാമ്യാര റൈറ്റിങ്ങും അതേപോലെ തന്നെ മിസ്റ്റിക് ചാർട്ടൊക്കെ ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാസ് ദ അസ്ട്രോളജർ ജെന്യുവിൻലി സ്കിൽഡ് ഇൻ അസ്ട്രോളജി? അദ്ദേഹം സ്കിൽഡ് ആയിരുന്നോ? അല്ല അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് കസ്റ്റമേഴ്സ് ബിലീവ് ഹിം? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ബിലീവ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സും? എന്താണ്? ഗുഡ് ലുക്കിങ്ങും അതേപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോക്കും ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ലൈറ്റ്നിങ് ഹെൽപ്പ് ദ അസ്ട്രോളജർ? അസ്ട്രോളജറിന് എങ്ങനെയാണ് അവിടുത്തെ ലൈറ്റ് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇറ്റ് മെയ്ഡ് ഹിസ് ഫേസ് ലുക്ക് മിസ്റ്റീരിയസ് ആൻഡ് ഹിഡ് ഫ്ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ അസ്ട്രോളജേഴ്സ് കീ ടെക്നിക് ടു അട്രാക്ട് കസ്റ്റമേഴ്സ്? മറ്റുള്ളവരെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടും അതേപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള അദ്ദേഹം ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടും ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഡിഡ് ദ അസ്ട്രോളജർ യൂഷ്വലി അഡ്രസ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യൂഷ്വലി ഒരു അസ്ട്രോളജർ കൊണ്ടുവരിക മുന്നോട്ടേക്ക്? എന്തൊക്കെയാണ്? ഹെൽത്തിനെക്കുറിച്ച്, മണിയെക്കുറിച്ച്, നമ്മുടെ അടുത്തുള്ള പൈസയെ കുറിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ മാരേജിനെ കുറിച്ചിട്ട് അല്ലേ. ഇതെല്ലാമായിട്ട് ഇങ്ങനെയുള്ള ചെറിയൊരു ബേസിക് ഐഡിയ മാത്രമാണ് നമ്മുടെ ഈ അസ്ട്രോളജർക്കും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ അസ്ട്രോളജർ സെറ്റപ്പ് ഹിസ് ബിസിനസ് ആൻഡ് വൈ വാസ് ഇറ്റ് ഐഡിയൽ? എന്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം ഇങ്ങനെ ഒരു അസ്ട്രോളജറായിട്ട് കൊണ്ടുവരാൻ കാരണം? വേർ ഡിഡ് ദ അസ്ട്രോളജർ ഹി സാറ്റ് ബീനീത്ത് എ ടെർമറിൻ ട്രീ ഇൻ ടൗൺ ഹാൾ പാർക്ക്, എ ബസ്ലിംഗ് ലൊക്കേഷൻ ഫുൾ ഓഫ് ഡൈവേഴ്സ് ട്രേഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്? എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കാൻ കാരണം? കാരണം അവിടെ ധാരാളം കസ്റ്റമേഴ്സും വ്യാപാരികളും എല്ലാം അവിടെ എത്തും. ദ ക്രൗഡ് ആൻഡ് ഡിം ലൈറ്റിംഗ് പ്രൊവൈഡഡ് കവർ ഫോർ ഹിസ് ലാക്ക് ഓഫ് റിയൽ അസ്ട്രോളജിക്കൽ നോളജ് വൈൽ ഓൾസോ ഓഫറിംഗ് എ സ്റ്റഡി സ്റ്റീം ഓഫ് ക്ലയൻസ്. എന്താ പറയുന്നത്? തനിക്ക് അറിയില്ല എന്ന ഒരു അവസ്ഥ അതിനെ മൂടി വെക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാരുള്ള കൂട്ടത്തിൽ പോയി ഇരുന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ കൂടെ ആകുമ്പോൾ ഇതും ഒരു കുറച്ച് കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ്, പിന്നെ വാക്ചാതുര്യം കൊണ്ടും തനിക്ക് എല്ലാവരെയും കയ്യിലെടുക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം കൊണ്ടല്ലേ അദ്ദേഹം പോയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ അസ്ട്രോളജേഴ്സ് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ഹിം? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മറ്റ് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദേ വർ കംഫോർട്ടഡ് ബൈ ഹിസ് അപ്പിയറൻസ് ആൻഡ് ദ വേ ഹി സീംഡ് ടു റീഡ് ദർ മൈൻഡ്സ്. കാരണം എന്താണ്? ഇദ്ദേഹത്തിന് മൈൻഡ് റീഡ് ചെയ്യുന്ന ആ ഒരു രീതിയും കസ്റ്റമേഴ്സിനോട് ഇയാളുടെ അപ്പിയറൻസും അല്ലെങ്കിൽ ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാമാണ്. ഹിസ് വാഗ്യൂ ബട്ട് കൺവിൻസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് സൗണ്ടഡ് പ്രൊഫറ്റിക്. എന്താ പറയുന്നത്? വളരെ ക്ലിയർ ആയിട്ടും അല്ലെങ്കിൽ ക്ലയൻറ്റിനോട് അവരുടെ വിശ്വാസത്തെ നേടിയെടുക്കുന്ന രീതിയിൽ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന രീതിയിലായിരിക്കും നമ്മുടെ അസ്ട്രോളജർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ അസ്ട്രോളജർ വ്യൂ ഹിസ് ഓൺ പ്രൊഫഷൻ? ത്രൂ ഹി അഡ്മിറ്റഡ് ഹി വാസ് നോ റിയൽ അസ്ട്രോളജർ. അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം ഒരു റിയൽ അല്ല. ഹി സ്റ്റിൽ കൺസിഡേർഡ് ഇറ്റ് ഹോണസ്റ്റ് വർക്ക് നോ ലെസ് ദാൻ എനി അതർ. പക്ഷേ മറ്റുള്ളവരെക്കാളും എത്രത്തോളം ഹോണസ്റ്റ് ആയിട്ട് തനിക്ക് ഇതിൽ വർക്ക് ചെയ്യണം. ഹി ഫെൽറ്റ് ഏൺഡ് ഹീസ് ലിവിങ് ത്രൂ എഫോർട്ട് ആൻഡ് ക്ലവർനെസ്. തനിക്ക് എന്താണ്? തൻ്റെ വാക്ചാതുര്യം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ കഴിവ് കൊണ്ട് തനിക്ക് ഇതിൽ നിന്നും ഒരു ഏണിങ് എന്തെങ്കിലും കയ്യിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ അസ്ട്രോളജർ ലീവ് ഹിസ് വില്ലേജ്? എന്തുകൊണ്ടാണ് അസ്ട്രോളജർ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തു പോയത്? എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, താനൊരു ക്രൈം ചെയ്തോ എന്ന് തനിക്കൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അല്ലേ. ഹൗ ഡിഡ് ദ സ്ട്രേഞ്ചർ റെസ്പോണ്ട് ഇനിഷ്യലി? എങ്ങനെയാണ് ആ സ്ട്രേഞ്ചർ റെസ്പോണ്ട് ചെയ്തത്? ദ സ്ട്രേഞ്ചർ റെസ്പോണ്ടഡ് റൂഡൻലി ആൻഡ് thrusting his palm at the astrologer and challenging him to say something worthwhile instead of his usual vague remarks. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ അസ്ട്രോളജർ ടെൽ ദ മാൻ അബൌട്ട് ഹിസ് പാസ്റ്റ്? എങ്ങനെയാണ് പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ അസ്ട്രോളജർ ജസ്റ്റിഫൈ ഹിസ് പാസ്റ്റ് ആക്ഷൻസ്? എങ്ങനെയാണ്? ഹി ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ ഫൂളിഷ് ആക്ട് ഓഫ് യൂത്ത്. എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? പാസ്റ്റ് ആക്ഷൻ എങ്ങനെയായിരുന്നു? വളരെ ഒരു വിദ്യ പോലെയായിരുന്നു. അതായത് എന്താണ്? ഡ്രിങ്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഗാംബ്ലിംഗ്, ചൂതാട്ടക്കളിയിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ലൈഫ് ശരിക്കും എന്താണ്? ഒന്നിനും കൊള്ളാത്തൊരു ലൈഫായിരുന്നു. ഇനി തനിക്കൊരു മുന്നോട്ടേക്ക് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഇനി നമുക്കിതിൽ 150 വേർഡ്സിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഹൗ ഡസ് ദ അസ്ട്രോളജർ മാനിപ്പുലേറ്റ് ഹിസ് ക്ലൈൻറ്റ്സ് പാം റീഡിംഗ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡസ് ദ അസ്ട്രോളജേഴ്സ് ഇൻട്രാക്ഷൻ റിവീൽ അബൌട്ട് ഹ്യൂമൻ നേച്ചർ? അസ്ട്രോളജറിൻ്റെ ഇൻട്രാക്ഷൻ ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് എങ്ങനെയാണ് അസ്ട്രോളജർ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതും പിന്നെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിലപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചു വിടണം എന്നുള്ളൂ. കാരണം ഈ ഒരു സ്റ്റോറിയുടെ മോറൽ എന്താണെന്ന്